മുഴുവൻ നടുക്കിയ ഭാസ്കരക്കാരണവർ വധക്കേസിലെ പ്രതിയായ ഷെറിൻ ഇന്നലെ ജയിൽ മോചിതയായത് അതീവ രഹസ്യമായാണ്. ഇന്നലെ വൈകുന്നേരം 4 മണിയോടെയാണ് ഷെറിൻ കണ്ണൂർ വനിതാ ജയിലിൽ നിന്നും അതീവ രഹസ്യമായി മോചിതയായത്. ഷെറിൻ പുറത്തിറങ്ങുന്നതറിഞ്ഞ് വലിയൊരു മാധ്യമ കൂട്ടം തന്നെ ജയിലിന് മുന്നിലുണ്ടായിരുന്നു. എന്നാൽ ദൃശ്യമാധ്യമ പ്രവർത്തകർ തടിച്ചുകൂടുന്നതിനാൽ അവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് വളരെ രഹസ്യമായാണ് ഷെറിൻ ജയിലിലെത്തി നിയമ നടപടികൾ പൂർത്തീകരിച്ചത്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി മാധ്യമപ്രവർത്തകർ ജയിൽ വളപ്പിൽ ഷെറിന്റെ മോചന ദൃശ്യങ്ങൾ പകർത്താനും അവരുടെ പ്രതികരണം തേടുന്നതിനും കാത്തു നിന്നിരുന്നുവെങ്കിലും ഫലമുണ്ടായില്ല. എറണാകുളത്ത് നിന്നും അതീവ രഹസ്യമായാണ് ഷെറിൻ കണ്ണൂരിലെത്തിയത്. ഈ മാസം 24-ാം തീയതി വരെ ഷെറിന് പരോൾ ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എറണാകുളത്തായിരുന്നു തങ്ങിയിരുന്നത്. ഇതിനിടെയാണ് ഷെറിന്റെ മോചന ഉത്തരവ് പുറത്തുവരുന്നത്. പിന്നാലെ ഒപ്പിടാൻ ഇവർ എറണാകുളത്ത് നിന്നും കണ്ണൂർ വനിതാ ജയിലിൽ എത്തുകയായിരുന്നു. 14 വർഷത്തെ ജയിൽ ശിക്ഷ അനുഭവിച്ച ഷെറിന് പിണറായി സർക്കാരിന്റെ കാലത്ത് 500 ദിവസത്തിലേറെ പരോൾ ലഭിച്ചിരുന്നു. കഴിഞ്ഞ ഡിസംബറിൽ തന്നെ ഷെറിനെ മോചിപ്പിക്കാൻ സർക്കാർ പച്ചക്കൊടി കാട്ടിയിരുന്നുവെങ്കിലും നൈജീരിയക്കാരിയായ സഹതടവുകാരി ക്രിസ്റ്റീനയെ മർദ്ദിച്ചതിന് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തതോടെ മോചനം നീളുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ സർക്കാരിന്റെ ശുപാർശ ഗവർണർ ഒപ്പിട്ടതോടെയാണ് മോചനം സാധ്യമായത്. ഷെറിനെ ജയിൽ മോചിതയാക്കുന്നതിനായി ഉന്നതതല രാഷ്ട്രീയ ഇടപെടലുകൾ നടന്നുവെന്ന വിവാദം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. 2ാം പിണറായി സർക്കാരിലെ ഒരു പ്രമുഖ മന്ത്രിയും CPM നേതാക്കളിൽ ചിലരുമാണ് ഷെറിന്റെ മോചനത്തിനായി അണിയറ നീക്കങ്ങൾ നടത്തിയത്. ജയിലിൽ പല ആനുകൂല്യങ്ങളും VIP പരിഗണനയും ഷെറിന് ലഭിച്ചിരുന്നു. ജയിൽ വകുപ്പിലെ പല ഉന്നത ഉദ്യോഗസ്ഥരും ഷെറിന്റെ നിയന്ത്രണത്തിലും സ്വാധീന വലയത്തിലും ഉള്ളവരാണെന്നും ആക്ഷേപമുണ്ട്. എളുപ്പത്തിൽ സാധ്യമാകാതിരുന്ന ഷെറിന്റെ മോചനത്തിന് കളമൊരുക്കിയത് ഭരണകക്ഷി തലത്തിലുള്ള ഒരു നേതാവാണെന്നും ആക്ഷേപമുയരുകയാണ്.